ഹലോ, എല്ലാവർക്കും നമസ്കാരം. രത്നരാജ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുതിയൊരു ഐറ്റമാണ്. നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു ഐറ്റമായിരിക്കും കേട്ടോ. ഞാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഒരു സ്റ്റവ് കത്തിച്ചു. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടു. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു സ്പൂൺ നെയ്യിട്ടു. നെയ്യിട്ടതിന് ശേഷം നമ്മൾ ഇത്തിരി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഒന്ന് മൂത്താൽ മതി. ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ആദ്യം ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഇത്തിരി കൂടി തീയൊന്ന് കൂട്ടി വയ്ക്കട്ടെ. ഞാനൊന്ന് കുറച്ചെന്താ ഗ്യാസ് തീരാറായോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. ചിലപ്പോൾ പണി കിട്ടും എനിക്ക്. ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ടും അങ്ങോട്ട് കൂടിയിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഗ്യാസ് തീരാറായിട്ടുണ്ട്. എത്ര ദിവസമായി എന്നുള്ളത് നോക്കിയാലേ അറിയുള്ളൂ. എന്തായാലും നോക്കട്ടെ. പരിപ്പ് ഞാൻ ഇത് വറുത്ത് കോരിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇത്രയും റവ എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് റവ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇതാ, അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. നല്ലൊരു മണം വരുന്ന വരെ നമ്മളിത് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ മനസ്സിലായി കാണുമല്ലേ എന്താ ഉണ്ടാക്കാൻ പോണേന്ന്. ഒരു ബ്രൗൺ കളറാവട്ടെ. ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതൊന്ന് ഒരു സ്പൂൺ കൂടി നെയ്യിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് ഞാൻ ഉരുക്കുന്ന ബട്ടർ വാങ്ങിച്ചിട്ട് ഉരുക്കുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണണമെങ്കിൽ ലിങ്കിൽ പോയി കാണാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റ്, നല്ല മണമാണ് നമ്മുടെ ഈ നെയ്യിന്. നമ്മൾ ബട്ടർ വാങ്ങിച്ചിട്ട് വീട്ടിൽ പാലുള്ളവർ പാലിൽ നിന്ന്, ഞാൻ വല്ലപ്പോഴും മാത്രമേ പാല് വാങ്ങിക്കുന്നുള്ളൂ. കാരണം തൈര് ഉണ്ടാക്കാൻ മാത്രമാണ് പാല് വാങ്ങിക്കുന്നത്. ആ പാലിലൊരു പാട പോലും ഉണ്ടാവില്ല. അങ്ങനെ അവരതെടുത്തിട്ടാണ് നമുക്ക് തരുന്നത്. പാക്കറ്റ് പാലാണ്. അല്ലാതെ ഇവിടെ സൊസൈറ്റിയിൽ നിന്നും അല്ലെങ്കിൽ കറവക്കാരുടെ അടുത്തു നിന്നും വാങ്ങിക്കാനുള്ള ഒരു സംവിധാനമൊന്നും ഇല്ല. ഇവിടെയൊന്നും അടുത്തൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും എന്ത് സാധനം വീണേ, ചിരട്ടയുടെ കഷ്ണം. ഓക്കെ, ഇത് നല്ല മൂത്ത് വരണം കേട്ടോ. അതുവരെ നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായി ചുമന്ന് വരണം. അപ്പോൾ അത് നല്ല മണം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പഴം, ഞാലിപ്പൂവിൻ്റെ പഴമാണ്, ഒരെണ്ണം ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. 3/4 ഗ്ലാസ് അല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് 2 3 ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പഴം അതിൽ കിടന്ന് അങ്ങനെ വേവണം. അതിന് ശേഷം ഞാൻ പഴം ചേർത്ത, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായത് എന്താ ഉണ്ടാക്കണമെന്ന്. ഞാൻ റവ കേസരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പഴം ഇട്ടിട്ട് ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അതൊരു വെറൈറ്റി കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒത്തിരി കൂടി നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് എത്ര ഉണ്ടായാലും സ്വാദാണ്. പിന്നെ വല്ലപ്പോഴല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. എപ്പോഴൊന്നും ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നെയ്യ് ഇട്ടിട്ട് കഴിക്കരുത് കേട്ടോ.
നമ്മുടെ ശരീരത്തിനൊക്കെ കേട് തന്നെയാണ്. നെയ്യായാലും എന്തായാലും അമിതമായാൽ അമൃതവും വിഷം എന്ന് പറയില്ലേ, അതാണ്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, കണ്ടോ റവ ഞാൻ ഇട്ട് വയ്ക്കുമ്പോൾ അതിലൊരു ചിരട്ടയുടെ കഷ്ണം ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് വയ്ക്കാം, പുഴുവും അല്ലെങ്കിൽ പ്രാണികളോ ഒന്നും വരില്ല. ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇതാ കണ്ടോ, 1-2 കഷ്ണം ഇട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഗ്ലാസ്സിൽ തന്നെ ഒരു നമ്മളിപ്പോൾ നേരത്തെ ഇട്ട ഗ്ലാസ്സില്ലേ, അതിനൊരു 3/4 ഗ്ലാസ് പാലൊഴിച്ചിട്ടുണ്ട് കേട്ടോ. പാലൊഴിച്ചിട്ട് പാൽ വറ്റി കഴിയുമ്പോൾ നമുക്ക് അതേമാതിരി തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് ഒക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇടാം കേട്ടോ. പഞ്ചസാര കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല. കൂടുമ്പോൾ ഷുഗറുള്ളവരൊക്കെ ശ്രദ്ധിക്കാം. നെയ്യ് കുറച്ചും കൂടി ഇടാം കേട്ടോ. നെയ്യ് കൂടുതൽ ഇടണ്ടെന്നുള്ളവരുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഇട്ട് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അല്ലാതെ വെളിച്ചെണ്ണ ഒഴിക്കരുത്. വെളിച്ചെണ്ണ ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് സ്ട്രക്ചറേ മാറിപ്പോവും, അതിൻ്റെ ടേസ്റ്റ് മാറും. നെയ്യ് മാത്രമാണെങ്കിൽ നെയ്യ് മാത്രം ഉപയോഗിക്കാം. ഞാൻ ഇപ്പം നെയ്യ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇവിടെ എനിക്ക് സൺഫ്ലവർ ഓയിൽ ഇല്ല, ഇരിക്കുന്നുണ്ട് കുറച്ച്. അത് കുറേ നാളായതാണ്. അതുകൊണ്ട് ചിലപ്പോൾ അത് ഒഴിച്ചാൽ എനിക്ക് പണി കിട്ടും. അതുകൊണ്ട് ഞാനത് ഒഴിക്കുന്നില്ല. അപ്പം നെയ്യ് തന്നെയാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. ലാസ്റ്റ് നമുക്ക് ഇത്തിരി ഏലക്കാപ്പൊടി ഇടാം. പിന്നെ റോസ് വാട്ടർ വേണ്ടവർ അത് ഒഴിക്കാം, അല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസ് ഒഴിക്കുന്നവർ അത് ഒഴിക്കാം. എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെച്ചാൽ അത് ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഞാൻ ഇത്തിരി ഏലക്കാപ്പൊടി ഉണ്ട്, അതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് വാങ്ങി വെച്ചിട്ട് ഞാൻ ഇത്തിരി ഏലക്കാപ്പൊടിയും കൂടി ഇടും. അപ്പോൾ ഇതാ റവ കേസരി തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഞാൻ കളറൊന്നും ചേർക്കാത്ത കാരണം അത്ര വലിയ ലുക്കൊന്നും തോന്നില്ല, പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഒരു കഷ്ണം ഇത്തിരി എടുത്തിട്ട് ചൂടാണ്, ഇതാ ഇത്തിരി എടുത്ത് കഴിച്ച് നോക്കാം. അടിപൊളി. ആ നെയ്യിൻ്റെ ടേസ്റ്റ്, അത് നമ്മൾ ഒരിക്കൽ ആ നെയ്യിൻ്റെ ഒരു ടേസ്റ്റൊന്നും പറയാൻ പറ്റില്ല, അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല, അത്രയും ടേസ്റ്റാണ്. നെയ്യിൻ്റെ ആ ടേസ്റ്റാണ് കൂടുതലും, നെയ്യും പാലും പഞ്ചസാരയും. ഇത് മൂന്നുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. പിന്നെ ഒരു പഴം ചേർത്തിട്ട്, പഴം 2 ചേർക്കാൻ ഞാൻ എടുത്തതാണ്, പിന്നെ 1 ചേർത്തുള്ളൂ. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം തണുത്ത് കഴിയുമ്പോൾ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരു കഷ്ണം ഇതെങ്ങനെയുണ്ട്, ഇതാ പിന്നെ മുറിച്ചെടുക്കാം. ഞാൻ മുറിക്കാൻ പാകത്തിന് ഇതെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ